മുമ്പ് എങ്ങും നടന്നിട്ടില്ലാത്ത ഒരു പ്രതിഭാസം കൂടി കേരളത്തിലെ നിയമസഭാ ഇലക്ഷന് മുമ്പ് നടന്നിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ക്ഷുഭിതരായിരിക്കുന്നു. അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ആ വീഡിയോ ഒന്ന് കണ്ടു. മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് സംഭവം ഇത്രയേ ഉള്ളൂ. ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല. എല്ലാം പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദേശാഭിമാനിയും കൈരളിയും മാത്രമാണ് അത് ചോദിക്കുക. അതിന് ഇദ്ദേഹം ഉത്തരം പറയും. ഈ ബ്രിട്ടാസ് പറഞ്ഞ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പിള്ളേരായിട്ട്, ശാസ്ത്രജ്ഞന്മാരായിട്ട്, എഴുത്തുകാരായിട്ട് ഒക്കെയുള്ള ഇന്ററാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം പ്രിപ്പയർഡ് ആണ്. ഇദ്ദേഹത്തിന്റെ ആൾക്കാർ നേരത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എഴുതി കൊടുക്കും. എങ്ങനെയൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല, എന്തൊക്കെ കാണിക്കാൻ പാടില്ല, ഇതൊക്കെ നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടല്ലാതെ ഒരു വാക്ക് സംസാരിക്കാൻ ഈ പറയുന്ന ഇത്രയും കാലത്തെ പരിചയമുള്ള പൊളിറ്റീഷ്യനായ പിണറായി വിജയന് കഴിവില്ല. അതാണ് സംഭവം. അതിന്റെ പേരിൽ ഇത്രയും നാളും സഹിച്ച ക്ഷമഘട്ട മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം ഉടനെ തിരിച്ചു വരുന്നുണ്ടോ? തിരിഞ്ഞു നിൽക്കുന്ന ഒരു ശരീര ഭാഷയൊക്കെ കണ്ടോ? ആ നോട്ടം കണ്ടോ ഇങ്ങനെ തിരിഞ്ഞിട്ട് നോക്കുന്നത്? ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആണോ? കിഞ്ചോമുന്നൊക്കെ മാറി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലും വലിയൊരു ഏകാധിപതി കേരളം കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് വരെ സഹി കെട്ടു. ജനങ്ങളെ നിങ്ങൾ ഇനിയും ചുമക്കാനാണോ തീരുമാനം? ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ കേരളത്തിനോട് നല്ല ഭാവി ഉണ്ടാവും.